ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ക്രോയിസൻറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂണ് ഈസ്റ്റാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു സ്വല്പം ഉപ്പ്. പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈസ്റ്റൊക്കെ ആയിട്ട് നല്ലതായിട്ട് അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്താണ് നമുക്ക് ഈസി ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ പിന്നെ ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ആദ്യം കുഴയ്ക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും. നമ്മളത് കുഴച്ച് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കിന് കറക്റ്റ് പരുവത്തിലത് വരും. ഇനി നമുക്കിതൊന്ന് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം. അതിതുപോലെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ബോളാക്കത്തില്ലേ, അതുപോലെ ഇതൊന്ന് അകത്തോട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇതിൻ്റെ മുകളിലും ഒരു സ്വല്പം ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്കൊരു ടവൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചോ ഇതുപോലെ കവർ ചെയ്യുക. ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ മാവ് നല്ലതായിട്ട് പൊങ്ങി വരുന്നത്. ഇനി ഒരു സ്വല്പം മൈദാപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. അപ്പം നമുക്കത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റണം. അതിനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദയുടെ പൊടി ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി നമുക്കവിടെ നമ്മളെടുത്ത് വെച്ചിരുന്ന മാവില്ലേ, അതിനി നമുക്ക് നീളത്തിൽ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കണം ഇതുപോലെ. അതിനുശേഷം അത് ഒരേ അളവിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസും ഇതുപോലെ നമ്മൾ അകത്തോട്ട് വെച്ച് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കാം. ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. ഞാനിതുപോലെ ബോളാക്കി പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തത്തില്ലേ, ആ ഒരു രീതിയിൽ ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇതിങ്ങനെ പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കണം. നമ്മൾ കനം കുറഞ്ഞ് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വേണം നമ്മളിതുപോലെ അടുക്കി പരത്തി ഇടാനായിട്ട്. ബാക്കിയുള്ള ബോൾസ് നമുക്ക് അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഞാനിവിടെ മുഴുവൻ ബോൾസ് ഇതുപോലെ തന്നെ പരത്തി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചാലും നല്ലതാണ്.
ഇതിങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്നത് ഒന്ന് നല്ലതായിട്ട് പിന്നെയും പൊങ്ങി വരും. കണ്ടോ, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അമക്കുമ്പോൾ അറിയാൻ പറ്റും നല്ലതായിട്ടിത് മാവ് നമ്മുടെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിരിക്കുന്നത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. കുറച്ച് മൈദാപ്പൊടി വിതറിയതിന് ശേഷം വേണം നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ അത് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മളിത് റൗണ്ടിൽ പരത്താം, അല്ലെങ്കിൽ നീളത്തിൽ പരത്തിയെടുക്കാം. റൗണ്ടിൽ നമ്മുടെ പിസ്സയൊക്കെ ഇല്ലേ, അതുപോലെ വേണമെങ്കിൽ നല്ലതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു നീളത്തിലാണ് ഇത് പരത്തിയെടുത്തത്. എന്നിട്ട് തന്നെ നമ്മളിതുപോലെ കോണായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ റൗണ്ടിലാണ് പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്സ കട്ട് ചെയ്യത്തില്ലേ, ആ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷം അത് ഓരോ പീസിൻ്റെയും എഡ്ജിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഏത് ഫില്ലിംഗ് ആണോ വയ്ക്കേണ്ടത് ആ ഫില്ലിംഗ് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് ചീസും അതുപോലെ തന്നെ ബട്ടറുമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ റോൾ ചെയ്യുന്നത് ചീസ് വെച്ചിട്ടാണ്. ചീസ് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ക്രോയിസൻ്റെ ഒരു ഷേപ്പ് കിട്ടി. ഇനിയും ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിനിയും ഇതിൽ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ അൺസോൾട്ടഡ് ബട്ടറാണ്. മറ്റേതിലൊക്കെ വെച്ചിരിക്കുന്നത് ചീസാണ്. ബട്ടർ ക്രോസൻറ്റിനാണ് നമ്മളിതുപോലെ അൺസോൾട്ടഡ് ബട്ടർ വയ്ക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് വലിയ ക്രോസൻ്റാണ്. അത് അവർ വലിയ വലിപ്പത്തിലാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വലിയ ക്രോസൻ്റായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം നമ്മളിതുപോലെ ട്രേയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ലാസ്റ്റ് എഗ് വാഷ് ചെയ്യണം. ഇപ്പം നമ്മൾ എഗ് വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മിൽക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ സമയത്ത് ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോയിസൻ്റ് ഓവനിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം 170 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് വെച്ചത്. ഓരോ ഓവനും ഓരോ ടൈമിംഗ് ആയിരിക്കും കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രോയിസൻ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.